എല്ലാവർക്കും നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ മറ്റൊരു പുതിയ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഗതാഗത വാർത്താ വിനിമയ മേഖലയിലെ പുരോഗതി എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം 10th പ്രിലിംസിനോടനുബന്ധിച്ച് പഠിക്കുന്നവർക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ ഏറ്റവും പാടായിട്ടുള്ളതും കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി തന്നെ പോവുക. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, ഷോർട്ട് നോട്ടുകൾ എഴുതി തന്നെ പോവുക. നമ്മൾ ഇയറുകൾ ധാരാളമായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. ഓരോ ഇയറുകളും അതുപോലെ നാഷണൽ ഹൈവേകളും എല്ലാം കൃത്യമായിട്ട് നമ്മളോട് പഠിക്കും. മാത്രമല്ല ഏറ്റവും കൂടുതലായിട്ടുള്ള നമ്മളിത് പാർട്ടായിട്ടായിരിക്കും ക്ലാസ് വരിക. നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം വളരെ പഠിക്കാനുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ട് കിടക്കുന്ന ഭാഗമാണ്. ആ ഓരോ ഭാഗത്തെയും നമുക്ക് ഷോർട്ടാക്കി ഓരോ പാർട്ടുകളാക്കി കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ആദ്യം കുറച്ച് ചോദ്യങ്ങളാണ്, അതായത് പ്രീവിയസ് ഇയറിൽ 10th പ്രിലിംസുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ അവസാനമായിരിക്കും എത്തുക. കാരണം ആദ്യം ഞാൻ ചോദ്യം ചോദിക്കും, അറിയാവുന്നവർ ആ ഉത്തരം മനസ്സിൽ വെക്കുക. അതിനുശേഷം നമ്മൾ എല്ലാ ക്ലാസ്സും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മൾ എന്താണോ പഠിച്ചത് അതിൻ്റെ മൊത്തം ഒരു അനാലിസിസ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ചോദ്യത്തിലേക്ക് വരും. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഇതിന് ആൻസർ ചെയ്യും. അപ്പം അറിയാവുന്നവർ കൃത്യമായിട്ട് അത് മനസ്സിൽ വെക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ആൻസറിലേക്ക് നമുക്ക് കൃത്യമായിട്ടൊരു എല്ലാം പഠിച്ച് ഒരു നല്ലൊരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഉത്തരം എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തിലേക്ക്, അത് നമ്മുടെ പാഠഭാഗം നമ്മുടെ തന്നിരിക്കുന്ന ഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോഡ് വിഭാഗം ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. ദേശീയപാതയുണ്ട്, സംസ്ഥാന പാതയുണ്ട്, ഗ്രാമീണ പാതകൾ, ഇവയൊന്നുമല്ല. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോഡ് വിഭാഗം ഏതാണ്? അതുപോലെ തന്നെ വെളുത്ത മയിൽക്കുറ്റികളിലെ മഞ്ഞ നിറം ഏതു തരം റോഡിനെ സൂചിപ്പിക്കുന്നു? ദേശീയപാത, സംസ്ഥാനപാത, ജില്ലാപാത, അന്തർദേശീയ പാതകൾ. അടുത്ത ചോദ്യം, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഓപ്ഷൻ വായിച്ച് നമ്മുടെ സമയം പോകും. നമുക്ക് ആൻസറിലേക്ക് വരുമ്പോൾ നമുക്കത് വായിക്കാം. ഇനി താഴെ പറയുന്നവയിൽ ദേശീയപാത ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇനി NH-44മായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇനി അടുത്ത ചോദ്യം, വടക്കുകിഴക്കൻ ഇടനാഴി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയപാത ഏതാണ്? NH-44, NH-27 എന്നിവ സംഗമിക്കുന്ന ഇന്ത്യയിലെ പ്രദേശം ഏത്? അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയറിലെ 10th പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം ഇതിന്റെ ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം, അതിൽ കൂടുതൽ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ ഈ പഠിക്കുന്ന ഭാഗത്തു നിന്നുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു ഗതാഗത മാർഗ്ഗങ്ങൾ. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ആണ് പഠിക്കുന്നതല്ലേ. അപ്പം നമ്മൾ ഗതാഗത വാർത്താ വിനിമയ മേഖലയിലെ പുരോഗതിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ 90% യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്? ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. റോഡ്, റെയിൽവേ, പിന്നെ അതുപോലെ തന്നെ എയർ ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. ചരക്ക് ഗതാഗതത്തിന് ഏകദേശം 69% ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്? വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണ്. കാരണം എന്താണ്? ചെലവ് കുറവാണ് അല്ലെ. ചെലവ് കുറവായതുകൊണ്ട് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നോക്കാം. നമ്മൾ ഗതാഗത മാർഗ്ഗങ്ങളാണ്. നമുക്ക് തുടങ്ങാം. ഗതാഗത മാർഗ്ഗങ്ങൾ നമുക്കറിയാം ഏതൊക്കെ തരത്തിലുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ ഉണ്ട് എന്നറിയാം അല്ലെ. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ഷോർട്ട് ആക്കി ആയിരിക്കും ഞാൻ എഴുതുന്നത്. ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ. പിന്നുള്ളത് ഏതാണ്? വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലെ. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ജലഗതാഗതം അല്ലെ. പിന്നെ ഏതാണുള്ളത്? പിന്നെ വ്യോമഗതാഗതം അഥവാ എയർ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അല്ലെ. അപ്പം ഇത്രയും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇനി അടുത്തത്, ഇതിലെ ഓരോ തിരിവുകളുണ്ട്. നമ്മൾ ലാൻഡ് ട്രാൻസ്പോർട്ടേഷനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? റോഡ് പഠിക്കുന്നുണ്ട്, റെയിൽവേസ് പഠിക്കുന്നുണ്ട്, പൈപ്പ് ലൈൻസ് പഠിക്കുന്നുണ്ട്. എന്താണ് പൈപ്പ് ലൈൻ എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്താണ് റെയിൽവേ ഗതാഗതം എന്നൊക്കെ നമുക്കറിയാം. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇയറുകൾ അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പഠിക്കാനുള്ളത് ഉൾനാടൻ ഗതാഗതവും ഉണ്ട്, അതുപോലെ തന്നെ സമുദ്ര ഗതാഗതവും ഉണ്ട്. ഉൾനാടൻ ഗതാഗതം, പിന്നെ സമുദ്ര ഗതാഗതം.
ഗതാഗതം കേട്ടോ, സമുദ്ര ഗതാഗതം. പിന്നെ എയർ ട്രാൻസ്പോർട്ടേഷനകത്ത് നമുക്ക് ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ളത് പഠിക്കാനുണ്ട്. ദേശീയം, അന്തർദേശീയം. അപ്പോൾ നോക്കിക്കേ, ഒരു പാർട്ടിൽ തന്നെ എത്ര വിശാലമാണ് അതിന്റെ പഠന മേഖല എന്ന് നോക്കിയേ. എത്ര കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളെയും നമുക്ക് ഓരോ പാർട്ടുകളായിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആദ്യം നമുക്ക് പഠിക്കാം. എന്താണ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് NHTP, എന്താണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്താണ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, എന്താണ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. നോക്കിയേ, എന്തിനു വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഉള്ളത്? ഇന്ത്യയിലെ റോഡ് ശൃംഖലയുടെ വികസനം, അതുപോലെ തന്നെ നവീകരണം, നിലവാരം ഉയർത്തല് തുടങ്ങിയ വിവിധ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഉന്നത സ്ഥാപനമാണ് ഏത് എന്ന് പറയുന്നത്? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ റോഡുകളുടെ നവീകരണം, അതുപോലെ തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ, റോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുന്ന ഉന്നത സ്ഥാപനമാണ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, റോഡ്, കേന്ദ്ര ഗതാഗത ദേശീയപാത മന്ത്രാലയം. നമ്മൾ ആദ്യത്തെ ഒരു ഇയർ പഠിക്കാൻ പോവാണ്. ഈ ഇയർ അവിടെ കിടന്നോട്ടെ. നമ്മൾ പ്രധാനപ്പെട്ട ഇയറിലേക്ക് നമ്മൾ എത്തും. 1975 പ്രത്യേകത എന്താണ്? അതാണ് പെർമിറ്റ് സ്കീമാണ് കേട്ടോ. പെർമിറ്റ് സ്കീം നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളതാണ് കേട്ടോ. വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന തലത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള പെർമിറ്റ് സ്കീം ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ പെർമിറ്റ് സ്കീം. ആ പെർമിറ്റ് സ്കീം നിലവിൽ വന്നത് 1975 കേട്ടോ. 1975 ആ ഒരു പെർമിറ്റ് സ്കീം നിലവിൽ വരുന്നത്. അതവിടെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് എന്താ കിട്ടിയത്? ഇവിടെ നമുക്ക് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് നമുക്ക് കിട്ടി അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ റോഡുകളുടെ നവീകരണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഉള്ള ഒരു ഉന്നത സ്ഥാപനമാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം എന്ന് പറയുന്നത്. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്ന് പറയുന്നത്. ഇനി പെർമിറ്റ് സ്കീം 1975 പെർമിറ്റ് സ്കീം നിലവിൽ വന്നു. രണ്ട് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ദേശീയപാതകൾ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്, ശ്രദ്ധിക്കുക. നമ്മൾ ദേശീയപാതകളുണ്ട്, സംസ്ഥാന പാതകളുണ്ട്, ജില്ലാ റോഡുകളുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡുകളുണ്ട്. ഇതിനെന്തിനാണ് ഇങ്ങനെ ഓരോ റോഡുകളെയും ഓരോ പാതകളായിട്ട് തിരിച്ചിരിക്കുന്നത്? അത് റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ, അതുപോലെ തന്നെ നവീകരണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് റോഡുകളെ നാലായിട്ട് തിരിക്കുന്നുണ്ട്. റോഡുകളെ നാലായി തിരിക്കുന്നു. ഏതൊക്കെയാണ്? നാഷണൽ ഹൈവേസ് അഥവാ ദേശീയ പാതകളുണ്ട്, നമുക്കറിയാം ദേശീയ പാതകൾ. പിന്നെ സംസ്ഥാന പാതകളുണ്ട്. പിന്നെ ജില്ലാ റോഡുകളുണ്ട്, ജില്ലാ പാതകളുണ്ട്, ജില്ലാ റോഡുകൾ. പിന്നെ ഗ്രാമീണ റോഡുകൾ. നമുക്ക് ഏറ്റവും കൂടുതലുള്ള റോഡുകൾ ഏതാണ്? അത് ഗ്രാമീണ റോഡുകളാണ് അല്ലെ. ഏറ്റവും കൂടുതലുള്ള റോഡുകൾ ഗ്രാമീണ റോഡുകളാണ് അല്ലെ. ഗ്രാമീണ റോഡുകളാണ്. അപ്പൊ നമുക്ക് കിട്ടി ദേശീയപാതകളുണ്ട്, സംസ്ഥാന പാതകളുണ്ട്, ജില്ലാ റോഡുകളുണ്ട്, ഗ്രാമീണ റോഡുകളുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് നോക്കിയാൽ നമുക്ക് ആദ്യം തന്നെ ദേശീയപാതകൾ നോക്കാം. ശ്രദ്ധിക്കുക, എന്താണ് ദേശീയപാതകൾ? രാജ്യത്തെ വിവിധ സംസ്ഥാന തലസ്ഥാന തുറമുഖങ്ങൾ, ഇവയൊക്കെ എന്ത് ചെയ്യാനായിട്ട്? പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ, ഇവയൊക്കെ ഇത്തരം തുടങ്ങിയ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളാണ് ദേശീയപാതകൾ അഥവാ നാഷണൽ ഹൈവേസ് എന്ന് പറയുന്നത്. ഇത് അഡീഷണൽ ആയിട്ടുള്ള ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നത്. ഇനി നോക്കിയേ, ഇന്ത്യയിലെ അന്തർ സംസ്ഥാന ചരക്ക് യാത്രാ ഗതാഗതത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ശൃംഖലയാണ് കേട്ടോ. ഗതാഗതത്തിന്റെ ജീവരേഖ, അന്തർ സംസ്ഥാന ചരക്ക് യാത്രാ ഗതാഗതത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന റോഡ് ശൃംഖലയാണ് ദേശീയപാതകൾ എന്ന് പറയുന്നത്. ഇനി ഈ ദേശീയപാതകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികളും നടപ്പിലാക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് അല്ലെ. ഇനി ഇന്ത്യയിൽ മറ്റു ദേശീയപാത, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ മറ്റു ദേശീയപാതകളുമായിട്ട് ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാത ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാൻ ട്രങ്ക് റോഡാണ്. NH4 ആണ്. ആൻഡമാൻ ട്രങ്ക് റോഡാണ് കേട്ടോ. ആൻഡമാൻ ട്രങ്ക് റോഡ്. ഇന്ത്യയിൽ മറ്റു ദേശീയപാതകളുമായിട്ട് ബന്ധമില്ലാതെ കിടക്കുന്ന ദേശീയപാത ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാൻ ട്രങ്ക് റോഡ്. ഇനി ഈ ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത്
ആണ് ഈ ആൻഡമാൻ ട്രങ്ക് റോഡ് NH4. ഇനി ഈ ട്രങ്ക് റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഉണ്ട് കേട്ടോ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഇന്ത്യയിലെ ആദ്യ ദേശീയ പാതയായിട്ട് കണക്കാക്കുന്നതാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. അത് നിർമ്മിച്ച ഭരണാധികാരി എന്ന് പറയുന്നത് ഷേർഷാ സൂരിയാണ് കേട്ടോ. ഷേർഷാ സൂരിയാണ് അത് നിർമ്മിച്ച ഭരണാധികാരി എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതിനെ ലോങ് വാക്ക് എന്നുകൂടി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ നിലവിൽ ഇത് എന്താണ് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കണക്ട് ചെയ്യുന്നത്? കൊൽക്കത്തയും അതുപോലെ തന്നെ അമൃത്സറിനെയുമാണ് കണക്ട് ചെയ്യുന്നത്. കൊൽക്കത്തയെയും അമൃത്സറിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ ഇത്രയുമാണ് കേട്ടോ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഉണ്ട് കേട്ടോ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഞാൻ എഴുതിയില്ലായിരുന്നു. ഗ്രാൻഡ് ട്രങ്ക് റോഡ് കൊൽക്കത്ത ടു അമൃത്സർ വരെയാണിത് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കിട്ടിയില്ലേ? അപ്പം ട്രങ്ക് റോഡ് എന്ന് പറയുന്നത് കൊണ്ടാണ് അത് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാമല്ലോ. ലോങ് വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. എന്തിനാണ് ആൻഡമാൻ ട്രങ്ക് റോഡ് നമ്മൾ പറഞ്ഞത്? മറ്റു ദേശീയപാതകളുമായിട്ട് ബന്ധമില്ലാത്ത റോഡാണ്, ആൻഡമാൻ ദേശീയപാതയാണ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്ന് പറഞ്ഞത്. അപ്പം ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണെന്ന് നമുക്കറിയാം അല്ലെ? NH44 ആണ്, ശ്രീനഗർ ടു കന്യാകുമാരി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ദേശീയപാത ഏതാണ്? 966B ആണ്, കുണ്ടന്നൂർ ടു അതുപോലെ തന്നെ വെല്ലിംഗ്ടൺ ഐലൻഡ്. അത് നമുക്കറിയാം അല്ലേ? സോറി, കൂടന്നൂർ ടു വെല്ലിംഗ്ടൺ ഐലൻഡ്. ഇനി നോക്കിയേ NHDP. എന്താണ് NHDP? നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ് NHDP എന്നറിയാം. ഈ NHDP എന്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ വന്നതെന്ന് അറിയാമോ? അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് നിലവിൽ വന്നത്. എന്നാണ് എന്നറിയാമോ? 1998 നിലവിൽ വരുന്നത്. 1998 നിലവിൽ വരുന്നത്. ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനു മുമ്പ് നോക്കുക, ഈ NHDPയുടെ ഭാഗമായിട്ടാണ് എന്താണ് NHDPയുടെ ഭാഗമായി നിലവിൽ വന്ന പദ്ധതിയാണ് ഭാരത്മാല പരിയോജന എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നിലവിൽ വരുന്നത് കേട്ടോ. അപ്പം NHDPയുടെ ഭാഗമായി തുടങ്ങി വെച്ച പദ്ധതികൾ നിലവിൽ എന്തിന്റെ കൂടെ പദ്ധതികളാണ്? ഭാരത്മാല പരിയോജനയുടെ പദ്ധതികളാണ്. അപ്പൊ ഭാരത്മാല പരിയോജന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഭാരത്മാല പരിയോജന എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ദേശീയപാത വികസന പദ്ധതിയാണ് ഭാരത്മാല പരിയോജന എന്ന് പറയുന്നത്. അപ്പം NHDPയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാ പദ്ധതികളും എന്തിന്റെ കീഴിൽ വരുന്നതാണ്? ഈ ഭാരത്മാല പരിയോജനയുടെ കീഴിൽ വരുന്നതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദേശീയപാത വികസന പദ്ധതിയാണ് ഭാരത്മാല പരിയോജന എന്ന് പറയുന്നത്. അതിന്റെ ഒരു ലക്ഷ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറു തുറമുഖങ്ങളെ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ട് തീരദേശ അതിർത്തി പ്രദേശങ്ങളിലൂടെയുള്ള സംസ്ഥാന റോഡുകളുടെ വികസനം. ഒരെണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോ നമ്മള് NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് പറയാൻ പോകുന്നത്. അപ്പം NHDP നിലവിൽ വന്നത് എന്നാണ്? NHDP നിലവിൽ വന്നത് 1998 NHDP നിലവിൽ വന്നത്. അപ്പം അതിനു മുമ്പെയാണ് NHAI അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് അല്ലേ? അതെന്നാണ്? അത് 1988 NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. പക്ഷേ അത് പ്രാബല്യത്തിൽ വരുന്നത്, പ്രവർത്തനം ആരംഭിക്കുന്നത് 1995 1995 അത് പ്രാബല്യത്തിൽ വരുന്നത്. അത്രയും കിട്ടിയില്ലേ? ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഉണ്ട്, നോക്കിയേ. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI. എന്താണ് NHAI? നോക്കിയേ. ഇന്ത്യയിലെ ദേശീയ പാതകളുടെ വികസനവും നിർമ്മാണവും സംരക്ഷണവും ഒക്കെ എന്താണ് നിർവഹിക്കാനായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്ന ഉന്നത സ്ഥാപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മൾ മുൻപ് കണ്ട ഒരു ചോദ്യത്തിൽ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കണ്ടില്ലേ നമ്മൾ? അപ്പൊ നമുക്ക് വീണ്ടും ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്താം. നമുക്ക് ലാസ്റ്റ് എത്താം. നമ്മളെ ചോദ്യം മാത്രമേ ആദ്യം നമ്മൾ പറഞ്ഞുള്ളൂ, നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇനി 1988 ഇത് രൂപം കൊണ്ടത്. 1988 ഇത് രൂപം കൊള്ളുന്നത്. 1995 ഇത് പാർലമെന്റ് പാസ്സാക്കി പ്രവർത്തനം ആരംഭിക്കുന്നത്. പാർലമെന്റ് പാസ്സാക്കുന്നത് 1995 അപ്പോഴാണ് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇത് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു, നാഷണൽ ഹൈവേയുടെ ആസ്ഥാനം. അപ്പം ഇത്രയും ഭാഗത്തിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇത്രയും ഭാഗത്തെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു ചോദ്യം. ഇത് നമുക്ക് നിസ്സാരമായിട്ട് പഠിക്കാവുന്നതാണ്. നമുക്ക് 1 മാർക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ. ഇനി മയിൽക്കുറ്റികളുടെ നിറവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം മയിൽക്കുറ്റികളുടെ നിറം. നമ്മൾ റോഡുകൾ പറഞ്ഞു അല്ലേ? ദേശീയ പാതകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് റോഡുകളുണ്ട്, പിന്നെ
ജില്ലാ റോഡുകളുണ്ട്, പിന്നെ പഞ്ചായത്ത് റോഡുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പഞ്ചായത്ത് റോഡുകളും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പഞ്ചായത്ത് റോഡുകൾ അവിടെ ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്, നാഷണൽ ഹൈവേയുടെ മയിൽക്കുറ്റികളുടെ നിറം എന്ന് പറയുന്നത്, ഈ ചോദ്യം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. നാഷണൽ ഹൈവേയുടെ മയിൽക്കുറ്റികളുടെ നിറം എന്ന് പറയുന്നത് വെള്ളയിൽ മഞ്ഞ നിറമാണ് അല്ലെ. വെള്ളയിൽ മഞ്ഞ നിറമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. വെള്ളയിൽ മഞ്ഞ നിറം, വെള്ളയിൽ മഞ്ഞ നിറം. പിന്നെ ഇനി സംസ്ഥാന പാതകളിലെ വെള്ളയിൽ പച്ച നിറമാണ് കേട്ടോ, പച്ച നിറം. വെള്ളയിൽ പച്ച നിറമാണ്, വെള്ളയിൽ പച്ച. അപ്പോ ഡിസ്ട്രിക്റ്റോ വെള്ളയില് നീലയോ കറുപ്പോ, വെള്ളയില് നീലയോ കറുപ്പോ കേട്ടോ, ബ്ലാക്ക് ഓർ ബ്ലൂ ആണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്ത് റോഡുകളുടെയോ അത് വെള്ളയിൽ ഓറഞ്ച് ആണ് കേട്ടോ, വെള്ളയിൽ ഓറഞ്ച്. ചോദ്യം ഇതായിരുന്നു, വെള്ളയിൽ മഞ്ഞ നിറം ഏതാണ്? അപ്പം അറിയാനല്ലേ, ദേശീയപാത നാഷണൽ ഹൈവേസിന്റെ ആണ് വെള്ളയിൽ മഞ്ഞ നിറം. ഇതുപോലൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇനിയും മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ റോഡ് ശൃംഖലയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഉത്തരം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. ഇന്ത്യയിൽ റോഡ് ശൃംഖലയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കിട്ടിയില്ലേ? അതുപോലെ തന്നെ ദേശീയപാത കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. അപ്പം ഇത് രണ്ടും മഹാരാഷ്ട്രയുടെ പ്രത്യേകതയാണ് കേട്ടോ. ഇന്ത്യയിലെ റോഡ് ശൃംഖലയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര, ഇനി ദേശീയപാത കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. അപ്പൊ അത്രയും കിട്ടിയില്ലേ? വളരെ പ്രധാനപ്പെട്ട, ഇവിടെ നമ്മൾ 2 ഇയർ കണ്ടു, 1988 അതുപോലെ തന്നെ 1995. ഈ 2 വർഷം നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്, NSDP. നമ്മൾ ഓൾറെഡി പറഞ്ഞു NSDPയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാ പദ്ധതികളും, എല്ലാ റോഡ് വികസനവും, എല്ലാ ദേശീയപാത പദ്ധതികളും എന്തിന്റെ കീഴിൽ വരുന്നതാണ്? ഭാരത്മാല പരിയോജനയുടെ കീഴിൽ വരുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഭാരത്മാല പരിയോജന എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയേ, ഇനി എന്താണ് നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് നമുക്ക് നോക്കാം. നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, ഇന്ത്യയിലെ ദേശീയപാതയുടെ നിലവാരം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തുന്നതിനായിട്ട് NHAA നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ 1998 നിലവിൽ വന്ന പദ്ധതിയാണ്, പ്രോജക്റ്റാണ് NHDP എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കിട്ടിയില്ലേ? ഇനി നാഷണൽ ഹൈവേസ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് NHDP. ഇനി അടുത്തത് ഇന്ത്യയിലെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഉണ്ട്, NH66 മുംബൈ ടു ഗോവ. നാഷണൽ ഹൈവേസ് സ്റ്റീൽ സ്ലാഗ് റോഡ്. വീണ്ടും ചിലപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരാം കേട്ടോ. ഇന്ത്യയിലെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്ലാഗ് റോഡ് ഏതാണ് എന്നൊരു ചോദ്യം വന്നാൽ ഏതാണ്? NH66 മുംബൈ ടു ഗോവ. ഇനി സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. അതുപോലെ തന്നെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. അപ്പൊ കിട്ടിയില്ലേ? ഇനി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? NH44 ശ്രീനഗർ ടു കന്യാകുമാരി എന്നറിയാം. ഓക്കെ, ശ്രീനഗർ ടു കന്യാകുമാരി എന്നറിയാം. ശ്രീനഗർ ടു കന്യാകുമാരി 4076 കിലോമീറ്റർ ആണ് കേട്ടോ. 4076 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. 4076 കിലോമീറ്റർ ദൈർഘ്യം. ഇനി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത ഏതാണ്? അത് 966B ആണ്. കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്. വെല്ലിംഗ്ടൺ ഐലൻഡ്. ഓക്കെ, 5 കിലോമീറ്റർ, ഏകദേശം 5.65 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ശ്രീനഗർ ടു കന്യാകുമാരി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത 966B കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ഐലൻഡ്. അപ്പൊ അത്രയും കിട്ടിയില്ലേ? ഇവിടെ നിന്ന് നമുക്കൊരു ഇയർ കിട്ടി, 1998. ആദ്യം നമ്മൾ പഠിച്ച ഭാഗത്ത് നമുക്കൊരു ഇയർ കിട്ടി, 1975 പെർമിറ്റ് സ്കീം അല്ലേ. 1988 പിന്നെ നമുക്ക് കിട്ടിയത് 1995 നമുക്ക് കിട്ടി. ഇത്രയും ഇയർ നമുക്ക് ഇവിടുന്ന് കിട്ടി. 3 ഇയർ വരെ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇവിടുന്ന് നമുക്ക് ഇയർ കിട്ടി 1998. അങ്ങനെ മൊത്തം 4 ഇയർ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. 4 ഇയർ നമുക്ക് കിട്ടി. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ശ്രദ്ധിക്കുക,
ഇനി നമ്മൾ NHDP നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് പറഞ്ഞു. ഈ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന പദ്ധതികളുണ്ട്. അതായത് നോർത്ത് സൗത്ത് കോറിഡോർ, അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ, പിന്നെ എക്സ്പ്രസ് വേകൾ, 6 വരി പാതകൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു പിക്ചർ നോക്കാം. ഈ നോർത്ത് സൗത്ത് ഇടനാഴി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കന്യാകുമാരി ടു ശ്രീനഗർ. നമ്മൾ പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ശ്രീനഗർ ടു കന്യാകുമാരി NH-44 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കിയേ, ഈ ഒരു പിക്ചർ നോക്കിയേ, ശ്രദ്ധിച്ചേ. ഈ ഒരു പിക്ചർ നോക്കുക. ശ്രീനഗർ ടു കന്യാകുമാരിയെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത NH-44 ആണ്. NH-44 ആണ് ഇത്. ശ്രീനഗർ ടു ശ്രീനഗർ ടു കന്യാകുമാരിയെ ബന്ധിപ്പിക്കുന്ന NH-44 ഹൈവേ, നാഷണൽ ഹൈവേ ആണ് ഇത്. ഓക്കെ, ഇത് എന്താണ്? നോർത്ത് സൗത്ത് ആണ് അല്ലെ? നോർത്ത് സൗത്ത് കോറിഡോർ ആണ് ഇത്. നോർത്ത് സൗത്ത് കോറിഡോർ ആണ്. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ അടുത്ത നമുക്ക് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ആണ്. ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറിൽ അസമിലെ സിൽച്ചറിനെയും അതുപോലെ തന്നെ പോർബന്ദറിലെ ഗുജറാത്തിലെ പോർബന്ദറിനെയും ബന്ധിപ്പിക്കുന്ന ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ആണ്. ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ. അപ്പം അതേതാണ്? അതെവിടെ വന്നു ബന്ധിക്കുന്നു? അത് ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ വന്ന് ബന്ധിക്കുന്നു. ആ ഒരു ചോദ്യം നമ്മൾ കണ്ടായിരുന്നു. അപ്പം നോർത്ത് സൗത്തിലെ ശ്രീനഗർ ടു കന്യാകുമാരിയെയും അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റിലെ സിൽച്ചറിനെയും അതുപോലെ തന്നെ പോർബന്ദറിനെയും കണക്ട് ചെയ്യുന്ന ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറും എവിടെ വന്ന് ബന്ധിക്കുന്നു? ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ വന്നിട്ട് ഒന്നിക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാഷണൽ ഹൈവേസിൽ നോർത്ത് സൗത്ത് എന്ന് പറയുമ്പോൾ അവിടെ അത് ഈവൻ നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ഈസ്റ്റ് വെസ്റ്റിൽ എങ്ങനെ ആയിരിക്കും? ഈസ്റ്റ് വെസ്റ്റിൽ ഓഡ് നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. നാഷണൽ ഹൈവേസിൽ ഓഡ് നമ്പർ ആയിരിക്കും നൽകുക. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇവിടെ നാഷണൽ ഹൈവേ 27 നാഷണൽ ഹൈവേ 27ഉം നാഷണൽ ഹൈവേ 44ഉം. അപ്പൊ നാഷണൽ ഹൈവേ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറിൽ ഇവിടുത്തെ നാഷണൽ ഹൈവേസ് നമ്പേഴ്സ് എങ്ങനെ ആയിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. ഇവിടെ നോർത്ത് സൗത്തിൽ എങ്ങനെ ആയിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും കേട്ടോ. ഈവൻ നമ്പർ ആയിരിക്കും നൽകുക. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഝാൻസിയിലാണ് ഇവ രണ്ടും എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഝാൻസിയിൽ, എവിടെ? ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് ഏത് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറും അതുപോലെ തന്നെ നോർത്ത് സൗത്ത് കോറിഡോറും വന്ന് ഒന്ന് ബന്ധിക്കുന്നുണ്ട്, ഒന്ന് കൂട്ടിമുട്ടുന്നുണ്ട്. അത് ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് കേട്ടോ. ഓക്കെ, അത്രയും കിട്ടിയില്ലേ? അപ്പൊ നമ്മള് വടക്ക് തെക്ക് ഇടനാഴിയും അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ നമ്മൾ പറഞ്ഞു, ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ് ഇടനാഴി പദ്ധതിയും നോർത്ത് സൗത്ത് ഇടനാഴി പദ്ധതിയും സംഗമിക്കുന്ന സ്ഥലം ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ്. ഇനി മറ്റ് 2 പദ്ധതികൾ ഏതൊക്കെയാണ്? UNDPയുടെ ഭാഗമായിട്ട് NHDPയുടെ ഭാഗമായിട്ട് നിലവിൽ വന്ന മറ്റ് 2 പദ്ധതികളാണ് എക്സ്പ്രസ് വേയും 6 വരി പാതകളും. അപ്പൊ അത്രയും കിട്ടിയില്ലേ? അത്രയും മനസ്സിലായില്ലേ? ഓക്കെ, അത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഞാൻ അടുത്തതിലേക്ക് പോകുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. എങ്ങനെയാണിത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായി മാറുന്നത്? അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹൈവേ പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഇതേ ചോദ്യം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. കാരണം സുവർണ ചതുഷ്കോണം ഒരു ഡാഷ് ആണ്, എന്നിട്ട് കുറെ ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഹൈവേ പദ്ധതിയാണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ഡാഷിൽ നമ്മൾ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? ഹൈവേ പദ്ധതി എന്നാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പം പ്രീവിയസ് ഇയറിൽ 10th പ്രിലിംസിന് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. നോക്കിയേ, സുവർണ ചതുഷ്കോണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റ് ആണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെ പ്രദേശങ്ങൾ, ഏതൊക്കെ മഹാനഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഡൽഹിയെയും മുംബൈയെയും ചെന്നൈയെയും കൊൽക്കത്തയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റ് ആണ്, ഹൈവേ പ്രോജക്റ്റ് ആണ് സുവർണ ചതുഷ്കോണം അഥവാ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഈ സുവർണ ചതുഷ്കോണം പ്രോജക്റ്റിന് തറക്കല്ലിട്ടത് എന്നാണ്? 1999 ഈ പദ്ധതിക്ക് തറക്കല്ലിടുന്നത്. മാത്രമല്ല ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് സുവർണ ചതുഷ്കോണം പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ആരാണ് സുവർണ ചതുഷ്കോണം പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് എന്നൊരു ചോദ്യം വന്നാൽ AB വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി ആണ്. എന്നാണ്? 1999. അപ്പൊ നമുക്ക് ഒരു വർഷം കൂടെ നമുക്ക് കിട്ടി. അപ്പൊ നമ്മളൊരു വർഷം പഠിച്ചു 1975. അതിനുശേഷം നമ്മളൊരു വർഷം പഠിച്ചു 1988. പിന്നെ നമ്മൾ 1998, 95, അതിനുശേഷം 1998. ഇപ്പോഴേ 1999. കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമല്ലേ?
ഓരോ വർഷവും കൂടിക്കൂടി 2 വർഷം ഓരോ വർഷം കൂടിക്കൂടി വന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1999 എന്തായിരുന്നു? സുവർണ ചതുഷ്കോണം പദ്ധതിക്ക് തുടക്കമിട്ടു. ഇത് നോക്കിയേ, ഈ സുവർണ ചതുഷ്കോണം കടന്നു പോകുന്ന പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ബാംഗ്ലൂർ, കട്ടക്ക്, പൂനെ, അഹമ്മദാബാദ്, ബാലസോർ, ദെൻ ഭുവനേശ്വർ, ദുർഗാപൂർ, ജയ്പൂർ, കാൺപൂർ, പൂനെ, കോലാപൂർ, സൂറത്ത്, വിജയവാഡ, അജ്മീർ, വിസാഖ്, ബോഡ്ഗയ, അലഹബാദ്, വഡോദര, ഇത്രയും സ്ഥലത്തു കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യം അത് കണ്ടതാണ്. എന്താണ് സുവർണ ചതുഷ്കോണം പദ്ധതിയുടെ ഭാഗമായിട്ട് ഏതൊക്കെ നഗരങ്ങളിലൂടെയാണ്, പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ് എന്ന് ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് നമുക്ക് ആ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ സുവർണ ചതുഷ്കോണം എന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഇനി നമ്മൾ ഈ ശ്രദ്ധിച്ചോണേ, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ശ്രദ്ധിച്ചേ, സുവർണ ചതുഷ്കോണം. ഇങ്ങനെ നോക്കിയേ, ന്യൂഡൽഹിയെയും അതുപോലെ തന്നെ മുംബൈയെയും ചെന്നൈയെയും കൊൽക്കത്തയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാതകളാണ് എന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ ഹൈവേ പ്രൊജക്ട് 5846 കിലോമീറ്റർ ആണ് ദൈർഘ്യം എന്ന് പറയുന്നത്. 5846 കിലോമീറ്റർ ആണ് ദൈർഘ്യം എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ന്യൂഡൽഹി ടു മുംബൈ ശ്രദ്ധിച്ചേ, ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ദെൻ ന്യൂഡൽഹി. അപ്പൊ എങ്ങനെയാണ്? ഡൽഹി, ദെൻ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഈ മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 5846 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വലിയ ഹൈവേ പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത്. ഇങ്ങനെ വരും അല്ലെ, ഇങ്ങനെ വരും. ആ പേര് തന്നെയുണ്ട്, സുവർണ ചതുഷ്കോണം. 5846. ഇനി അത് അറിയത്തില്ലെന്ന് ആരും പറയരുത്. ഇതുമായി ബന്ധപ്പെട്ട പോയിന്റ്സുകൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ പ്രോജക്റ്റ് ആണ് സുവർണ ചതുഷ്കോണം, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഇനി ഈ പദ്ധതി ഏതൊക്കെ മഹാനഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഡൽഹി, പിന്നെ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 5846 കിലോമീറ്റർ ദൈർഘ്യം. ഇനി എന്നാണിത് തറക്കല്ലിടുന്നത്? 1999 ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഇനി ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്? സമയത്ത്, ഈ പ്രോജക്റ്റിന്റെ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം അത്രയും കിട്ടിയില്ലേ? അത്രയും മനസ്സിലായില്ലേ? അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ചെനാനി നസ്രി ടണലും അതുപോലെ തന്നെ അടൽ ടണലും. അപ്പം എന്താണ് ചെനാനി നസ്രി ടണൽ, എങ്ങനെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആവുന്നത് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ് കേട്ടോ ചെനാനി എന്നും ചിനാനി എന്നും ഒക്കെ പറയും. ചെനാനി നസ്രി ടണൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതാം, ചെനാനി നസ്രി ടണൽ. ചെനാനി നസ്രി ടണൽ. അപ്പൊ നമ്മൾ തുടങ്ങി. അപ്പം എന്താണ് എന്നാ പറഞ്ഞത്? ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ് ചെനാനി നസ്രി ടണൽ. ഇനി ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. മറ്റൊരു പ്രത്യേകതയാണ്, ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്ന ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെടുന്ന ചെനാനി നസ്രി ടണലിന് പട്നി ടോപ്പ് എന്ന പേര് കൂടി വേണം കേട്ടോ. മുഖർജി ടണൽ, പട്നി ടോപ്പ് ടണൽ എന്നും കൂടിയാണ്. അപ്പൊ 3 പേരാ. പട്നി ടോപ്പ്, ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം. പ്രധാനമായിട്ട് ചോദിക്കുന്നത് ശ്യാമപ്രസാദ് മുഖർജിയുമായി ബന്ധപ്പെട്ടായിരിക്കും കേട്ടോ. ടണൽ ഈ നമ്മുടെ നാഷണൽ ഹൈവേ 44 ഇല്ലേ, ഏറ്റവും നീളം കൂടിയ ദേശീയപാത, അത് ഇതുവഴി കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ചെനാനി നസ്രി ടണലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇനി നോക്കിയേ, അടൽ ടണൽ. നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഹൈവേ തുരങ്കമാണ് അടൽ ടണൽ. ഹൈവേ തുരങ്കം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈവേ തുരങ്കം,
ഏറ്റവും വലിയ ഹൈവേ തുരങ്കം, ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കം. ഹൈവേ തുരങ്കം വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇടം നേടിയ 2022 ഇടം നേടിയ തുരങ്കമാണ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ തുരങ്കമാണ് അടൽ ടണൽ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വീണ്ടും ആദ്യം നമ്മൾ പഠിച്ച നമ്മൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിച്ചേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റോഡ് വിഭാഗം ഏതാണ്? ഞാൻ പറഞ്ഞിരുന്നു ഗ്രാമീണ പാതകളാണ് അല്ലെ, ഗ്രാമീണ റോഡുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പാതകൾ. ഇനി വെളുത്ത മയിൽക്കുറ്റികളിലെ മഞ്ഞ നിറം ഏത് റോഡിനെ സൂചിപ്പിക്കുന്നു? ദേശീയപാതയെ സൂചിപ്പിക്കുന്നു അല്ലെ. വെളുത്ത മയിൽക്കുറ്റികളിലെ മഞ്ഞ നിറം ദേശീയപാതയെ സൂചിപ്പിക്കുന്നു. ആൻസർ കിട്ടി. എല്ലാവരും തന്നെ ചെയ്തേ, എന്നെ തന്നെ പറഞ്ഞേ. ഇനി അടുത്തത്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശരിയായ പ്രസ്താവനകൾ ഏത്? നമ്മൾ ആദ്യം പറഞ്ഞു ദേശീയപാതകളുടെ നിർമ്മാണ ചുമതല, ശരിയാണല്ലേ. അടുത്തത് 1988 ഇത് രൂപം കൊണ്ടത്, ശരിയാണല്ലേ, ശരിയാണ്. ഇനി അടുത്തത് 1995 പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി, കറക്റ്റ് ആണല്ലേ. ഇനി അടുത്തത് ന്യൂഡൽഹിയിലാണ് NHAയുടെ ആസ്ഥാനം, അത് നമ്മൾ പറഞ്ഞതാണ്. അപ്പം എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ. ശ്രദ്ധിച്ചേ, താഴെ പറയുന്നവയിൽ ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാണ്? മഹാരാഷ്ട്രയാണ് അല്ലെ, മഹാരാഷ്ട്രയാണ്. ഓപ്ഷൻ ഡി മഹാരാഷ്ട്രയാണ്. ഇനി അടുത്തത്, NH44മായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാത, അതുപോലെ തന്നെ ശരിയാണല്ലേ, കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ, ഇനി കേരളത്തിലൂടെയും കടന്നു പോകുന്നുണ്ട്, തെറ്റാണല്ലേ. പിന്നെ മഹാരാഷ്ട്രയിലൂടെയാണ് കൂടുതൽ കടന്നു പോകുന്നത്, അതും തെറ്റാണ്. അപ്പം 1, 2 മാത്രമാണ് ശരി. ഇനി അടുത്തത്, കിഴക്കൻ ഇടനാഴി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ദേശീയപാത ഏതാണ്? നോർത്ത് സൗത്ത് കോറിഡോർ എന്നറിയപ്പെടുന്നത് NH44 ആണ്. അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റിനെയും നോർത്ത് സൗത്തും ബന്ധിക്കുന്നത് എവിടെയാണ്? അത് കൂട്ടിമുട്ടുന്ന എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ വെച്ചിട്ടാണ്. ഇനി അതേ ചോദ്യം, NH44, NH27 എന്നിവ സംഗമിക്കുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ഝാൻസിയാണ്, ഉത്തർപ്രദേശിലെ ഝാൻസിയാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കിട്ടി. കാരണം നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുകൊണ്ട് 1975, 88, 95, പിന്നെ അതുപോലെ 98, 99 ഇത്രയും കാര്യങ്ങൾ. പിന്നെ എന്താണ് സുവർണ ചതുഷ്കോണം, അതുമായിട്ട് ബന്ധപ്പെട്ട മഹാനഗരങ്ങൾ ഏതൊക്കെയാണ്, എന്താണ് NHDPയുടെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണ്, എന്താണ് NHDP, എന്താണ് നാഷണൽ ഹൈവേ അതോറിറ്റി, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നമ്മൾ പറഞ്ഞു. ഷേർഷാ സൂരി ഭരണാധികാരിയായിരുന്നിട്ടുള്ള ഷേർഷാ സൂരി നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയായിട്ട് കണക്കാക്കപ്പെടുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ്, അത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ലോങ് വാക്ക്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ലോങ് വാക്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഏറ്റവും മികച്ച അധ്യാപകരുടെ വളരെ മികച്ച ക്ലാസ്സുകളാണ് നിങ്ങൾക്കായിട്ട് ചലഞ്ചർ ആപ്പ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഫീച്ചേഴ്സാണ്, ഓരോ ഫീച്ചേഴ്സും അടിപൊളി ഫീച്ചേഴ്സാണ്. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൂടുതലായിട്ട് പഠിച്ചു തുടങ്ങുക. നല്ല അടിപൊളിയുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ടും അതുപോലെ തന്നെ 5 മണി മുതൽ 11 മണി വരെയുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അൺലിമിറ്റഡ് ആയിട്ടുള്ള PYQs ഉണ്ട്. കറണ്ട് അഫെയർ, അതത് ദിവസത്തെ കറണ്ട് അഫെയർ കൃത്യമായിട്ട് പഠിക്കാം. ഇതെല്ലാം അതിൻ്റെ മികച്ച ഫീച്ചേഴ്സാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കറണ്ട് അഫെയറിൻ്റെ കാര്യമാണ്. കാരണം കറണ്ട് അഫെയർ പഠിക്കുന്ന സമയത്ത് ഓരോ ഭാഗത്തെ അടിസ്ഥാനമാക്കി ഓരോ ക്വസ്റ്റ്യൻസ് അത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അപ്പം തന്നെ നമുക്കത് പഠിക്കുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ വൈസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അത് കയറും കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി ക്ലാസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാവുന്നതാണ്. അപ്പം ഈ പഠിപ്പിച്ച കാര്യങ്ങൾ അത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.